നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. 2000 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്തരത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ട്യൂട്ടോറിയൽ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അത് അപ്ലൈ ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിക്കാം. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയൊരു നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ആക്റ്റീവ് ആയിരിക്കുക 14/11/2020 മുതൽ, അതായത് നവംബർ 14 മുതൽ ഡിസംബർ 4 വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിരിക്കുക ഡിസംബർ 4 വരെയാണ്. അപ്പോൾ ഡിസംബർ 4 മുന്നേ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ എന്താണ് നൽകിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഡേറ്റ്സ്, പ്രധാനപ്പെട്ട ഡേറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. 14/11/2020 മുതൽ ഡിസംബർ 4 വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയപരിധി. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 3 സ്റ്റേജിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഈ ഒരു പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് ഉള്ള എക്സാമിനേഷനായിട്ട് അവർ നടത്തുക. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ പ്രിലിമിനറി ഓൺലൈൻ എക്സാമിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ടേബിളിൽ നൽകിയിട്ട് അതിനുശേഷമുള്ള മെയിൻ എക്സാമിൻ്റെയും അതിനുശേഷം ഉണ്ടാകുന്ന ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം ഏകദേശം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ ഈ ഒരു ടേബിളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് വളരെ വ്യക്തമായി പരിശോധിക്കുക. തൊട്ട് താഴെ വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, അതായത് ജനറൽ കാറ്റഗറിയിൽ 810 ഒഴിവുകളാണുള്ളത്. EWS കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിയിൽ 200 ഒഴിവുകളും, OBC കാറ്റഗറിയിലുള്ളവർക്ക് 540 ഒഴിവുകളും, SC 300 ഒഴിവുകളും, ST കാൻഡിഡേറ്റ്സിന് 150 ഒഴിവുകളാണുള്ളത്. അത്തരത്തിൽ 2000-ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായി തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ 31/12/2020 ഈ ക്വാളിഫിക്കേഷൻ കണക്കാക്കുന്ന തീയതി. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന യോഗ്യതയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളാണ് അടുത്ത ടേബിളിൽ നൽകിയിരിക്കുന്നത്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അല്ലാതെ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിൽ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, പിന്നെ PWDയുടെ 3 കാറ്റഗറികളുണ്ട്. SC ST OBC ജനറൽ EWS എന്നീ കാറ്റഗറിയിലായിട്ട് 15, 13, 10 എന്നിങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ നൽകിയിരിക്കുന്നത്. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഏജ് ലിമിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ജനറൽ കാൻഡിഡേറ്റ്സിന്, അല്ലാത്തവർക്ക് ലഭിക്കുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വിശദമായി പരിശോധിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഏകദേശം ഇവിടെ നൽകിയിട്ടുണ്ട്. ബേസിക് പേ 27,620 രൂപയായിരിക്കും എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 42,020 രൂപ വരെ നിങ്ങൾക്ക് സാലറി ഉയർന്ന് ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചൊരു സാലറി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ സെലക്ഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 3 സ്റ്റേജുകളായിട്ടാണ് സെലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സിലബസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 750 രൂപ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞിരുന്ന 750 രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും. മറ്റുള്ള കാറ്റഗറിയിലുള്ള, അതായത് SC ST PWD കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് എക്സാം ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളും ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. ഇനി എക്സാമിനേഷൻ സെന്റേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിലെ സെന്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം സെന്ററുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സെന്ററുകളിൽ എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമയത്ത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല മെയിൻ എക്സാമിനേഷൻ, 2ാമത്തെ സ്റ്റേജ് എക്സാമിനേഷൻ നടക്കുക കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിരിക്കും. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് എക്സാമിനേഷൻ സെന്ററുകൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ താഴത്താണ് നൽകിയിട്ടുണ്ട്, ഏറ്റവും അവസാന ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ആവുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു
പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ മുകളിൽ കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നൽകേണ്ടത്. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അത്തരത്തിൽ അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഇമെയിൽ ID ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇമെയിൽ ID നിങ്ങൾക്ക് ഇവിടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിൽ ID എല്ലാം ഇവിടെ കറക്റ്റായിട്ട് ചേർക്കുക, കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ഇത്തരത്തിൽ ഇവിടെ ഒരു ക്യാപ്ച കോഡ് വരും. ഈ ഒരു ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനുശേഷം താഴെയായി സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പിന്നീട് നിങ്ങൾ എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫോട്ടോയും അതോടെ തന്നെ സിഗ്നേച്ചർ നിങ്ങൾ ഈ ഒരു പേജിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം ബ്രൗസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു താഴത്തെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള രണ്ടാമതായിട്ടൊരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിലും ബ്രൗസ് എന്നൊരു ഓപ്ഷനാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഫോർ സ്കാനിങ് ദ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിലേക്ക് പോവാം. അവിടെ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നൽകേണ്ട ഫോട്ടോഗ്രാഫിൻ്റെ സൈസ്, അതായത് 20 KB-യും 50 KB-ക്കും ഉള്ളിലുള്ള സൈസിലായിരിക്കണം നിങ്ങൾ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങളുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളർഡ് ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും എന്നാണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ ഇല്ലെങ്കിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള ഡാർക്ക് കളറുകളൊന്നും പാടില്ല, റെഡ്, ബ്ലൂ അതുപോലുള്ള കളറുകളൊന്നും പാടില്ല എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് കളർഡ് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 200x230 ആയിരിക്കണം അതിൻ്റെ സൈസ്. മാത്രമല്ല 20 KB-ക്കും 50 KB-ക്കും ഉള്ളിലായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സിഗ്നേച്ചറിൻ്റെ കാര്യവും. സിഗ്നേച്ചർ 10 KB-ക്കും 20 KB-ക്കും ഉള്ളിലുള്ള ഒരു ഫയലായിരിക്കണം. 140x60 ആയിരിക്കണം അതിൻ്റെ സൈസ്. മാത്രമല്ല നിങ്ങൾ ബ്ലാക്ക് കളർ പെൻ ഉപയോഗിച്ച് വൈറ്റ് പേപ്പറിൽ ഇട്ട സൈൻ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രൗസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം താഴത്തെ ബ്രൗസ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ബ്രൗസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഇവിടെ കാണുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ട് വിസിബിൾ ആവണമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഈ ഒരു ഭാഗത്ത് തെളിഞ്ഞു വരുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രൗസ് എന്ന ഭാഗത്ത് സ്കാൻഡ് സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നേച്ചറും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുവാൻ കഴിയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കുക ഫോട്ടോയും സിഗ്നേച്ചറും ക്ലിയർ ആയിട്ടാണോ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം താഴത്തായിട്ട്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലായിരിക്കും ഇവിടെ എത്തിച്ചേരുക. ഈ ഒരു പേജിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും അതോടെ തന്നെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് ഇവിടെ തുടക്കത്തിൽ തന്നെ കാറ്റഗറി എല്ലാം ഉണ്ട്. കാറ്റഗറി ഏതാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ സബ് കാസ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് നോക്കി അതുപോലെ തന്നെ ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ കാസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു SLC സർട്ടിഫിക്കറ്റ് നോക്കി നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നൽകുക. നിങ്ങളുടെ നാഷണാലിറ്റി അതോടെ തന്നെ സ്റ്റേറ്റ് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല സ്റ്റേറ്റ് കോഡ് അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ ഈ ഒരു സെലക്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പേജിൽ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ട് സ്റ്റേറ്റ് എന്ന് കാണാം. അവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ കേരള കാണാം. കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മാത്രമല്ല സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ എല്ലാം നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ നിങ്ങൾ ഏത് സെൻറ്ററിലാണോ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു സെൻറ്റർ അവിടെ സെലക്ട് ചെയ്യുക. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം അവിടെ തൊട്ട് താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടി വരിക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജെൻഡർ, മെരിറ്റൽ സ്റ്റാറ്റസ്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം എല്ലാം കറക്റ്റായിട്ട് അവിടെ നൽകുക. അതെല്ലാം നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് നോക്കി കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എമൗണ്ട് ഇവിടെ കാണിക്കും. ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ചൂസ് ദി അഡ്രസ് ഫോർ GST ഇൻവോയ്സിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് അവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പെർമനന്റ് അഡ്രസ്സ് എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. 750 രൂപ എന്നിവിടെ എഴുതി കാണിക്കും. അപ്പോൾ അതിനുശേഷം ഇവിടെ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ എന്നൊരു ബട്ടൺ ഇവിടെ കാണാൻ താഴത്തെ. അപ്പോൾ ആ ഒരു വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നൊരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണാം. വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നതിന് കാണുന്നതിന് താഴെയായിട്ട് ഓക്കെ എന്നൊരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകാൻ മറക്കരുത്. അതിനുശേഷം വേണം നിങ്ങളിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ്
നെക്സ്റ്റ് എന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യുവാൻ. അപ്പോൾ അത്തരത്തിൽ സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും വരിക. അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാമാണ് ഇവിടെ നിങ്ങൾ നൽകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് സെലക്ട് എന്നൊരു ഭാഗം കാണാം. ഡിഗ്രി ഓർ സബ്ജക്ട് എന്ന ഭാഗത്ത് സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ഡിഗ്രിയാണോ പാസ്സായിരിക്കുന്നത് ആ ഒരു ഡിഗ്രി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അതുപോലുള്ള നിരവധി ഓപ്ഷൻസ് ഇവിടെയുണ്ട്. സയൻസ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു പേജിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം താഴെയായി നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, SC ST റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏതാണ് നിങ്ങളുടെ സെൻറ്റർ എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ആവശ്യമുള്ള ഈ പറയുന്ന SC ST റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇത് യെസ് കൊടുക്കാവുന്നതാണ്. തൊട്ട് താഴെയായി നിങ്ങളുടെ ലാംഗ്വേജസ്, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ റീഡ്, റൈറ്റ്, സ്പീക്ക്, അത് ഏതാണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ ആ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. അത്തരത്തിൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും ഇവിടെ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നൊരു ടാബ് ഓപ്പൺ ആയി വരും. ആ ഒരു ഭാഗത്ത് വന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു പേജിന്റെ താഴെയായി സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം വാലിഡേറ്റ് ചെയ്യുക, അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ടാബ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ മുകളിൽ നിങ്ങളുടെ പേരും അതോടെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാകും. രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു പേജിൽ നിങ്ങളുടെ ഫോട്ടോയുടെ താഴെയായിട്ടൊരു കൺഫർമേഷൻ ബട്ടൺ ഇവിടെ കാണാം. ആ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത ഒരു ടിക്ക് മാർക്ക് അവിടെ വരും. അത് വന്ന് ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറക്കാതിരിക്കുക. ഐ കൺഫേം ദാറ്റ് ദിസ് ഈസ് മൈ ഫോട്ടോ എന്നൊരു ഓപ്ഷനാണ് അവിടെ നൽകിയത്. നിങ്ങളുടെ ഫോട്ടോ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ ബോക്സ് വന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ടിക്ക് മാർക്ക് അവിടെ കാണാൻ കഴിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറക്കാതിരിക്കുക. അതിനുശേഷം ആ ഒരു പേജിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ കാണാം. ഡിക്ലറേഷൻ്റെ അവിടെ ഐ അഗ്രി എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു റെക്ടാങ്കുലർ കൂടി ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെയും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ, ഐ കൺഫേം ദാറ്റ് ദിസ് ഈസ് മൈ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ഭാഗത്തും ടിക്ക് മാർക്ക് കൊടുക്കുക. ആ ഒരു ബോക്സിനും ടിക്ക് മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. അതിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുവാൻ പാടുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 3 ബോക്സുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയിൽ കണ്ട ഫോട്ടോയിൽ താഴെയുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ്, അതുപോലെ തന്നെ ഡിക്ലറേഷൻ്റെ അവിടെ ഐ അഗ്രി ബോക്സും, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന സിഗ്നേച്ചറിന് താഴെയുള്ള ഐ കൺഫേം എന്ന ഒരു ബോക്സ് കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഈ ഒരു 3 ബോക്സുകളും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേയ്മെന്റ് നടത്തേണ്ടത്. അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടത് ഇവിടെയാണ്. 750 രൂപ നിങ്ങൾ ഇവിടെയാണ് അടയ്ക്കേണ്ടത്. ജനറൽ കാൻഡിഡേറ്റ്സിന്, അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിനൊക്കെയാണ് ഇത് അടയ്ക്കേണ്ടി വരിക. മറ്റുള്ള SC ST കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അത് നിങ്ങളുടെ ഈ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ കാണിക്കുക. നിങ്ങൾ അവിടെ SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് കാണിക്കുന്നതല്ല. മറ്റ് കാറ്റഗറികൾ, അതായത് OBC, EWS, ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് ഈ ഫീസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ലാസ്റ്റ് പേജിൽ ഫൈനൽ സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഈ ഒരു പേജിൽ നിന്നും. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇത്തരത്തിൽ 750 രൂപ എമൗണ്ട് എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച കോഡ് കാണും. ഈ ഒരു ക്യാപ്ച കോഡ് ഈ ഒരു ഭാഗത്ത് സെക്യൂരിറ്റി കോഡ് നൽകിയിരിക്കുന്ന ഈ ഒരു ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഇവിടെ താഴത്തായി കാണാം. ആ ഒരു ഭാഗത്ത് സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു ക്യാപ്ച കോഡ് നൽകിയതിനു ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു സബ്മിറ്റ് എന്നൊരു ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും. അവിടെ ഓക്കെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റീഡയറക്റ്റ് ആവുന്ന ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഒരു 5-10 സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു പേജ് പിന്നീട് ക്ലോസ് ചെയ്യാതിരിക്കുക. കാരണം ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നവരെ പിന്നീട് നിങ്ങൾ പേജ് റിഫ്രഷ് ചെയ്യാനൊന്നും പാടില്ല എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിൽ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അത്തരത്തിൽ ഇതിൽ നൽകിയിരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇന്റർനെറ്റ് ബാങ്കിങ് അടക്കമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാർഡ് നമ്പറും എക്സ്പിറേഷൻ ഡേറ്റും അതുപോലെ തന്നെ കാർഡ് ഹോൾഡറിന്റെ നെയിമും എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെന്റ് നടത്തുക. CVV എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം മേക്ക് പേയ്മെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു 750 രൂപ ഫീസ് ഈ ഒരു പേജിൽ നിന്നും അപ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. അത്തരത്തിൽ പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഈ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അതിനുശേഷം എല്ലാ സ്റ്റേജും പേയ്മെന്റ് അടക്കം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നമ്പറും അതോടെ തന്നെ നിങ്ങളുടെ പാസ്വേഡും സെക്യൂരിറ്റി കോഡെല്ലാം നൽകിയതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് നൽകുക. അത്തരത്തിൽ ആ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഈ ഒരു പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ പേര്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ
ഫില്ലപ്പ് ചെയ്ത നിങ്ങളുടെ അപേക്ഷാ ഫോമും ഇവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു പേജ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ആ ഒരു പേജിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പേജിൽ നിന്നാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതും. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ തന്നെയാണ്. നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും മാത്രമാണ് അപ്ലോഡ് ചെയ്യുവാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ ആ ഒരു അപേക്ഷാ ഫോം വായിച്ച് നോക്കിയതിന് ശേഷം അതിന് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ ഫില്ലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്യുകയോ മാത്രമാണ് വേണ്ടത്. വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു എററും വരുത്താതെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മാത്രമല്ല, അപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്ലൈ ചെയ്യേണ്ടതിൻ്റെയും നോട്ടിഫിക്കേഷൻ്റെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഡിസംബർ 4 അവസാന തീയതി. അപ്പോൾ ഡിസംബർ 4 മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.